വെൽക്കം ബാക്ക് ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്നും ടെക് പരമായിട്ടുള്ളതിൽ നിന്നും കുറച്ച് വിട്ട് നിന്നിട്ട്, അതായത് നമ്മുടെ ലോക്ക്ഡൗണിൽ സ്പെഷ്യലായിട്ടുണ്ടായ ലോക്ക്ഡൗണിൽ ലോക്ക്ഡൗൺ കാലത്ത് ട്രെൻഡിങ് ഉണ്ടായ ബക്കറ്റ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്ന പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അതും ഇന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് കൊറോണ കാലത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഓടിയൊരു സംഭവമാണ് ഈ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു മോശമല്ല. അപ്പം പലരുടെയും ഈ സംഭവം ഉണ്ടാക്കിയിട്ട് കരിഞ്ഞു പോയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതിന് എന്തോ ആരോ ഭാഗ്യത്തിനൊന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല പാങ്ങിൽ റെഡി ആയിട്ട് വന്നിന്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള നടന്നൊരു സംഭവമാണ് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കൽ. പല വീഡിയോസിൽ നമ്മൾ കണ്ടു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ബക്കറ്റ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നല്ലതിൽ തന്നെ കിട്ടിയിരുന്നു നമ്മളെ ബക്കറ്റ് ചിക്കൻ ഉണ്ടായിട്ട്. കുറേ ആളത് കരിഞ്ഞിട്ടൊക്കെ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ഭാഗ്യം തന്നെ കിട്ടീനി, എന്തോ ഭാഗ്യത്തിന്. അപ്പം ബ്രെഡും ബക്കറ്റ് ചിക്കനായിട്ട് നമ്മൾ കോമ്പിനേഷൻ ആക്കിയത്. ഫസ്റ്റ് നമ്മളൊരു ഫുൾ ചിക്കൻ എടുത്തിട്ട് ഞാൻ ചെറിയൊരു ഒരു ട്യൂട്ടോറിയലിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളൊരു ഫുൾ ചിക്കൻ എടുത്ത് നല്ല വൃത്തിയിൽ കഴുകുക. എന്നിട്ട് അതിനാവശ്യമായ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ മിക്സാക്കിയൊരു പേസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ വറ്റൽമുളക് പൊടിച്ചത്, അതുപോലെ തന്നെ മുളക് പൊടി, ചെറുനാരങ്ങ, ഇതൊക്കെ മിക്സാക്കിയിട്ട് നല്ലൊരു മസാല റെഡിയാക്കാം. ഇനി മസാല റെഡിയാക്കിയിട്ട് നമ്മൾ ചിക്കന് വരയിട്ട് കൊടുക്കണം. ചിക്കന് വരയിട്ട് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ആ മസാല കറക്റ്റായിട്ട് അതിന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ നല്ല പാങ്ങിൽ വരയിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ മസാല നല്ല പാങ്ങിൽ തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തണം മസാല, എന്നാലും നമ്മളതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇതിനെങ്ങനെയാണ് വേവിക്കുക എന്നതിന്, അതായത് നമ്മൾ ഒരു ഇല നിലത്ത് വിരിക്കുക, എന്നിട്ട് നമ്മളൊരു കോല് നിലത്ത് കുത്തിയിട്ട് കുറച്ച് ആഴത്തിൽ താഴ്ത്തി വെക്കുക. എന്നിട്ട് ആ കോല് അവിടെ സ്റ്റഡിയായി നിർത്തുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫുൾ ചിക്കൻ അതിലേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ കാല് നമ്മളൊരു ചെറിയൊരു കമ്പി ഉപയോഗിച്ച് കെട്ടിയിടണം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ടിന്നിൻ്റെ ബക്കറ്റ് വെക്കുക. നമ്മളിവിടെ 2 ചിക്കനാണ് ഇവിടെ നമ്മൾ റെഡിയാക്കിയത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഓല, അതുപോലെ തന്നെ മട്ടൽ, ഈ സംഭവങ്ങളൊക്കെ സൈഡിൽ ചുറ്റും വെച്ചിട്ട് നമ്മൾ തീ കൊടുക്കാം. തീ കൊടുത്തിട്ട് നമ്മൾ ഒരു 15-20 മിനിറ്റ് കറക്റ്റ് വെയിറ്റ് ചെയ്യാം. 15-20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സാധനം കറക്റ്റ് വെന്തിട്ടുണ്ടാവും. ഒരു 15-20 മിനിറ്റ്, അതിൽ കൂടുതലാകാൻ പാടില്ല കേട്ടോ. അതിൽ കൂടുതൽ പോകാൻ പാടില്ല. നമുക്ക് അൽഫാമൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററാണ് നമുക്ക് ഈ ഒരു സംഭവം. വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു സംഭവം റെഡി ആയിട്ട് കിട്ടും. എല്ലാവരും ഒപ്പം ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്താണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, അതായത് പാഷൻ ഫ്രൂട്ട്. ഓക്കെ, നമ്മളിങ്ങനെ പണ്ടേ പഠിച്ച് വന്നതാണ് പാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ വീട്ടിലെ സംഭവം തന്നെയാണ്. ഇതിന് നമ്മൾ നല്ല പാലിൽ ജ്യൂസ് അടിക്കുന്നത്. അതായത് 2 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ട് ജാറിൽ നമ്മൾ ഇടുക. അതിൻ്റെ ഉള്ളിൽ അത് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ സാധനം ജാറിലിടുക. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇടുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പാങ്ങിൽ ജാറിലിട്ട് ഓണാക്കുക. ജാർ മിക്സി ഓണാക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അതായത് നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെറ്ററായിട്ട് സാധനം. നമുക്കിത് കൃഷി ചെയ്ത് നമ്മൾ വീട്ടിൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇങ്ങനെ ഇതിൻ്റെ ഒരു വള്ളിയൊക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ച് പോകുന്ന കാണാൻ തന്നെ എന്തോ ഒരു രസമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു പാഷൻ ഫ്രൂട്ടൊക്കെ നട്ട് വളർത്തുക. ഓക്കെ, അടിപൊളി സംഭവമാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് അടിച്ച് ഇങ്ങനെ കളിച്ച് ക്ഷീണിച്ചൊക്കെ വരുമ്പം ഈ ഒരു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാനുള്ള ടേസ്റ്റ് വേറെ തന്നെയാണ്.
പിന്നെ ഇതിൻ്റെ റെഡ് ടൈപ്പ് ഉണ്ട്. റെഡ് ടൈപ്പ് ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ്. ഇത് യെല്ലോ ആണ്. യെല്ലോ ടൈപ്പിൻ്റെ ജ്യൂസാണ് ഇവിടെ അടിച്ചത്. റെഡിൻ്റെ അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ബക്കറ്റ് ചിക്കനും പ്രാഷൻ മൂട്ടിനും ഒക്കെ അല്ല പാഷൻ ഫ്രൂട്ട് ഒക്കെ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ലൊരു സംഭവമാണ് ബക്കറ്റ് ചിക്കൻ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്ന സാധനം ഒരു പ്രാവശ്യം എന്തായാലും വീട്ടിലെല്ലാവരും ഉണ്ടാക്കണം. ഓക്കെ, വളരെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കണം. അപ്പം പുതിയ വീഡിയോ വീണ്ടും കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ.